السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, ഈ പരിപാടിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സംസാരത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശവാസികളായിട്ടുള്ള നല്ലവരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാനും അവന്റെ തൃപ്തിയും കാരുണ്യവും ലഭിക്കാൻ കാരണമാകുന്ന സദസ്സുകളിൽ പങ്കാളികളാകാനും നാളെ പരലോകത്തേക്ക് ഉപകരിക്കുന്ന നിമിഷങ്ങളാക്കി, സന്ദർഭങ്ങളാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാനും നമുക്ക് വലിയ അവസരങ്ങൾ, സൗഭാഗ്യങ്ങൾ ലഭിക്കപ്പെടുന്നു എന്നത് ഏറെ സ്തുതിയോടെ, സന്തോഷത്തോടെ നാം ഓരോരുത്തരും കാണേണ്ടതും സ്വീകരിക്കേണ്ടതുമായ കാര്യമാണ്. ഒരുപാട് ആളുകൾ അലക്ഷ്യമായി അർത്ഥമില്ലാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മോട് പറയുന്ന യാഥാർത്ഥ്യങ്ങളെ, സത്യങ്ങളെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമ്മിൽ വന്നു പോകുന്ന അബദ്ധങ്ങളെ, വീഴ്ചകളെ, തെറ്റുകളെ തിരിച്ചറിഞ്ഞ് സ്വർഗീയ ലോകം പ്രാപിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന നിരവധി സന്ദേശങ്ങളെ, അറിവുകളെ സ്വായത്തമാക്കാൻ നാം എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. തസ്ഫിയ എന്ന പേരിൽ മാസങ്ങളായി കേരളത്തിൽ വിസ്ഡം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിവരുന്ന ആദർശ പ്രഭാഷണങ്ങൾ, പരിപാടികൾ
ഇസ്ലാമിന്റെ ശത്രുക്കൾക്കിടയിൽ വലിയ ചർച്ചയും അസ്വസ്ഥതയും ഉണ്ടാക്കിയ സംരംഭമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടക്കാലത്ത് ആദർശപരമായ ചർച്ചകളും ഗണ്ണനങ്ങളും സംസാരങ്ങളുമൊക്കെ മുറിഞ്ഞുപോയ ഒരവസ്ഥ ഉണ്ടായിരുന്നു. നല്ല രൂപത്തിൽ അത് വീണ്ടെടുക്കാനും പ്രാമാണികമായി കാര്യങ്ങൾ വിശദീകരിക്കപ്പെടാനുമുള്ള അവസരം അള്ളാഹുവിന്റെ നിശ്ചയമെന്നോണം നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടിയത് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് വിശ്വാസികളായ നാം ഏറ്റെടുത്തിട്ടുള്ള ബാധ്യത. ഭൗതികമായി ഒന്നും നാം ആഗ്രഹിക്കുന്നില്ല. എവിടെയെങ്കിലും പ്രത്യേകമായ സ്വീകരണമോ ജനക്കൂട്ടങ്ങളുടെ കയ്യടികളോ മുദ്രാവാക്യ വിളികളോ ഇതൊന്നുമല്ല ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. അജ്ഞരായി കിടക്കുന്ന ആളുകളെ അറിവിന്റെ വഴിയിലേക്ക് വിളിച്ചു കൊണ്ടുവരിക, അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അടിമപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക, ആദർശത്തെയും പ്രമാണങ്ങളെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് അത് കൃത്യമായി പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഓരോ പ്രബോധകനും ഇതുകൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നാം ഇടപെടുന്ന ഓരോ നിമിഷവും പരലോകത്ത് അധികമായി തിരിച്ചു കിട്ടുന്ന വിധത്തിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക, ക്രമീകരിക്കുക എന്നത് വളരെ അനിവാര്യമാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും അതിന്റെ വിശദീകരണമായിട്ടുള്ള നബി വചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളെ ശരിയായ വഴിയിലൂടെ കേൾക്കാനും അറിയാനും അവസരം ലഭിച്ചിട്ടില്ലാത്ത, അതിനുള്ള വാതിലുകൾ തുറക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രദേശമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ട ദഅവാ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർക്ക് ആ കാര്യം വ്യക്തമായി ബോധ്യമുള്ള അറിവുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി നാം കൊടുക്കുന്ന സമയം, നാം ചെലവഴിക്കുന്ന സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സംവിധാനങ്ങൾ, അതെല്ലാം വളരെ കൃത്യമായിട്ടാണ് നാം ഇടപെടുത്തിയിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാം എന്നത് എല്ലാ ആശയങ്ങളെയും എല്ലാ വഴികളെയും പോലെ ആർക്കും ഏത് രൂപത്തിലും ഉപയോഗിക്കാവുന്ന, കൈകാര്യം ചെയ്യാവുന്ന ഒന്നല്ല. കേവല അക്ഷരങ്ങൾ മാത്രമാണെങ്കിലും നമുക്ക് അറ്റം കാണാൻ കഴിയാത്ത വിധം ആഴത്തിലുള്ള ലോകമാണ് ഇസ്ലാം എന്നുള്ളത്. അതിന്റെ അറ്റം കണ്ടവരോ പൂർണ്ണത പ്രാപിച്ചവരോ ഈ അടുത്ത കാലങ്ങളിൽ, സമീപകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആദ്യ തലമുറയിൽ ജീവിച്ചവർ, അവർക്ക് അതിന്റെ ഏതറ്റം വരെ ഓടാൻ സാധിച്ചിട്ടുണ്ടോ അതവർ കൃത്യമായി നിർവഹിച്ചു, സമ്പന്നമാക്കി എന്നല്ലാതെ പിന്നീട് അങ്ങോട്ട് ആർക്കും ഇസ്ലാമിന്റെ അകം പരിപൂർണമായി കാണാൻ സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഇസ്ലാം എന്ന ആദർശം, ഇസ്ലാം എന്ന മതം
നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്നതല്ല. നമ്മുടെ മനസ്സുകൾ കൊണ്ട് പരിപൂർണമായി ഊറ്റിയെടുക്കാൻ പറ്റിയ ഒന്നല്ല. നമ്മുടെ ജീവിതത്തിന് പരിധിയുണ്ട്, നമ്മുടെ അറിവിന് പരിമിതിയുണ്ട്, നമ്മുടെ കഴിവിന് ദുർബലതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അറ്റത്തേക്ക് ഒറ്റ ഓട്ടത്തിന് എത്തുക എന്നത് സാധ്യമല്ല. മറിച്ച് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ആയുസ്സിൽ സമയവും കഴിവും എല്ലാം ഉപയോഗപ്പെടുത്തി പരമാവധി വായിച്ചും പഠിച്ചും അന്വേഷിച്ചും തിരുത്തിയും മുന്നോട്ട് പോകുമ്പോൾ എന്താണോ നമുക്ക് ലഭിക്കുന്നത് ആ കാര്യത്തെ നന്നായി ഉപയോഗിച്ചാൽ അവിടെയാണ് ഇസ്ലാമിലേക്കുള്ള നമ്മുടെ പ്രവേശനം പരിപൂർണമായി തീരുന്നത്. ലോകത്ത് ഓരോ കാലഘട്ടങ്ങളിലും വന്നവർ അവർക്ക് തോന്നിയതുപോലെ, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇസ്ലാമിനെ വായിക്കാനും വിശദീകരിക്കാനും തയ്യാറായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിനുള്ള അവസരം അല്ലാഹു നൽകിയിട്ടില്ല. മറിച്ച് ഇസ്ലാമിന്റെ ഓരോ വാക്കുകളെ, അതിന്റെ ഓരോ വരികളെ, അതിന്റെ ഓരോ നിയമങ്ങളെ, അതിന്റെ ഓരോ നിർദ്ദേശങ്ങളെ, അതിന്റെ അധ്യാപനങ്ങൾ, അതിന്റെ പാഠങ്ങൾ, അതിന്റെ സന്ദേശങ്ങളെ ഓരോരുത്തരും വായിക്കേണ്ടത് അക്കാലത്തിലുള്ള പണ്ഡിതന്മാരുടെയും ആഴത്തിൽ അറിവുള്ളവരുടെയും അറിവിൽ ഉറച്ചവരുടെയും പിറകിൽ നിന്നുകൊണ്ട് അവരുടെ അനുയായികളായിക്കൊണ്ടാണ് ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളെയും വായിച്ച് മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഇസ്ലാമിനെ നമ്മിലേക്ക് കൃത്യമായി എത്തിച്ചു തന്ന ഏറ്റവും ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആദ്യത്തെ 300 വർഷക്കാർ, അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ വിശേഷണം എന്താണ്? അവർക്ക് ഇസ്ലാം കൊടുത്ത സ്ഥാനം എന്താണ്? അവർക്കുള്ള മഹത്വം എന്താണ്? ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരെ പോലെയാണോ? ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള വലിയ വലിയ നേതാക്കളെ പോലെ, വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ പോലെയാണോ? അല്ല എന്നത് ഉറപ്പാണ്. ആ തലമുറയിൽ ജീവിച്ചവരോളം നല്ലവരായ, ആ തലമുറയിൽ ജീവിച്ചവരോളം ഉയർന്നവരായ, ആ തലമുറയിൽ ജീവിച്ചവരോളം മഹത്വമുള്ള ആരും തന്നെ ലോകത്തുണ്ടായിട്ടില്ല എന്നത് സംശയത്തിന് ഇടയില്ലാത്ത കാര്യമാണ്. അതാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള ഉത്തമ തലമുറയുടെ പ്രത്യേകത. ഇസ്ലാമിന്റെ വ്യതിരക്തതയും സവിശേഷതയും അതാണ്. അതിനെ അറിയാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും ആദ്യം ആർജിക്കേണ്ടത്. ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളെയും അതിനെ വായിക്കാനുള്ള, അതിനെ അളന്നെടുക്കാനുള്ള കൃത്യമായ അളവുകോലാണ് ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടക്കാർ. വിശുദ്ധ ഖുർആൻ അവരുടെ പ്രത്യേകതയായി പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തിയ ഒരു കാര്യമുണ്ട്. അവർക്കില്ലാത്ത ഒരു മാർഗം, ആ വിശ്വാസികളുടേതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും സ്വീകരിച്ചാൽ, പിൻപറ്റിയാൽ, അനുധാവനം ചെയ്താൽ, അവർ തിരിഞ്ഞ റൂട്ടിലേക്ക്, ആഗ്രഹിച്ച മാർഗത്തിലേക്ക് നാം അവരെ തിരിച്ചുവിടും എന്നാണ്. വനുസ്ലിഹി ജഹന്നമ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ, വനുസ്ലിഹി ജഹന്നം, ആ നരകത്തിലിട്ട് നാം അവരെ കഴിച്ചു കളയും. വസാഅത്ത് മസീറാ, ആ നരകം എത്ര മോശമായ ലോകമാണ്. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാരെ കുറിച്ചാണ്? 10 വർഷങ്ങൾക്കപ്പുറം, 50 വർഷങ്ങൾക്കപ്പുറം, 100 കൊല്ലങ്ങൾക്കപ്പുറം, അല്ലെങ്കിൽ ഒരു 500 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചവരെ കുറിച്ചല്ല. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ച ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 300 വർഷക്കാർ അടങ്ങുന്ന മാർഗമാണ് ഇവിടെ സബീൽ എന്നതിന്റെ താല്പര്യം. ഇവിടെ മുഅ്മിനീൻ എന്ന് ഖുർആൻ പറഞ്ഞത് ആ സ്വഹാബികളെ കുറിച്ചാണ്, ആ സ്വഹാബികളെ പിൻപറ്റിയവരെ കുറിച്ചാണ്, അവരെ പിൻപറ്റിയവരെ കുറിച്ചാണ്. സഹോദരങ്ങളെ, അതവർക്കുള്ള സവിശേഷതയല്ലേ? അതവർക്കുള്ള മഹത്വമല്ലേ? അതവർക്കുള്ള മേന്മയല്ലേ? ഇതിന് സമമായ, തുല്യമായ ഒരു കാലഘട്ടം വേറെ എവിടെയാണ്? 4ാം തലമുറയിലില്ല, 5ാം തലമുറയിലില്ല, 7ാം തലമുറയിലില്ല, എവിടെയും കാണുക സാധ്യമല്ല. എന്തുകൊണ്ടാണ്? ആ ഉത്തമ തലമുറയെ മാതൃകയാക്കിയിട്ടാണ്
ബാക്കിയുള്ളവരെല്ലാം വരേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അവസാന ഉപദേശങ്ങൾ സ്വഹാബത്തിന് കൈമാറിയപ്പോൾ, സൂക്ഷ്മതയുടെ ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ, കളങ്കമില്ലാത്ത, കുറ്റമില്ലാത്ത, തനിമയാർന്ന ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ ഞാൻ വരച്ച ഈ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ആ മാർഗത്തിൽ നിന്ന് ഒരു മൺതരി പോലും നിങ്ങൾ തെറ്റിപ്പോകാനോ തെറിച്ചു പോകാനോ പാടില്ല എന്ന് ഗൗരവകരമായ താക്കീത് ഉപദേശം കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് ഉത്തരം നൽകിയിട്ടുള്ളത്. ഒരു നേതാവിന്റെ മര്യാദയാണത്. ഒരു നേതാവ് എങ്ങനെയായിരിക്കണം, ആരായിരിക്കണം എന്ന് തന്റെ അവസാന നിമിഷങ്ങളിൽ പോലും തെളിയിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടുള്ളത്. ആ കാര്യം വളരെ ഭംഗിയോടുകൂടി, ആകർഷണീയതയോടുകൂടി അവിടുന്ന് പഠിപ്പിച്ചപ്പോൾ ഒരു വാചകം ചേർത്തു വെച്ചത് വളരെ ശ്രദ്ധേയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വസ്വഹാബി, ഞാനും എന്റെ അനുചരന്മാരും, ഞാനും എന്റെ സഹചാരികളും, ഞാനും എന്റെ കൂട്ടാളികളും ഏതൊരു മാർഗത്തിൽ, ഏതൊരു പാതയിൽ നിലകൊണ്ടോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവരാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ അവകാശികൾ. അവരാണ് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ശരിയായ വക്താക്കൾ. അവരാണ് ഇസ്ലാമിന്റെ ആദർശത്തെയും കർമ്മ മേഖലയെയും അതിന്റെ നിയമങ്ങളെയും നെഞ്ചേറ്റിയവർ. അവരൊരിക്കലും നാമമാത്രമായ മുസ്ലിങ്ങളല്ല. പേരുകൊണ്ടിങ്ങനെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവരല്ല. നാടിന്റെയും മഹലിന്റെയും പോരിശ പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവരല്ല. തറവാടിന്റെയും കുടുംബത്തിന്റെയും മഹിമ പറഞ്ഞ് അലങ്കാരം ആ രൂപത്തിൽ ജീവിക്കുന്നവരല്ല. അവർക്കുള്ള പ്രത്യേകത എന്താണ്? എന്റെ അനുചരന്മാർ, എന്റെ സ്വഹാബത്ത് ഏതൊരു നിലപാടിൽ ജീവിച്ചോ, ഏതൊരു നിലപാടിൽ നിന്നോ അവിടെ നിൽക്കുന്നവരാ. ഇത് ഒരൽപ്പം ജാഗ്രതയോടെ, ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട വിഷയമാണ്. മതപരമായി ഏത് പ്രശ്നത്തിന്റെ മുമ്പിൽ നാം പെട്ടാലും, ഏത് കുഴപ്പത്തിന്റെ മുമ്പിൽ നാം എത്തിയാലും സഹോദരങ്ങളെ, അതിനെ കൃത്യമായി കീറി മുറിക്കാനുള്ള യഥാർത്ഥ അളവുകോലാണ് ആ സ്വഹാബത്തിന്റെ ജീവിതം എന്നുള്ളത്. അതിൽ യാതൊരു സംശയവുമില്ല. കുറെ ആളുകൾക്ക് പേടിയാണ്. അന്ന് സ്വഹാബത്ത് പറഞ്ഞത് ഇന്ന് പറ്റുമോ? അന്നവർ എടുത്ത നിലപാട് ഇന്ന് ശരിയാകുമോ? അന്നത്തെ കാര്യമൊക്കെ ഇന്ന് നോക്കേണ്ടതുണ്ടോ? ഇങ്ങനെ സംസാരിക്കുന്ന, എതിർക്കുന്ന, ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരു സംശയവും വേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ഇത് റബ്ബിന്റെ തീരുമാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. അവിടുന്ന് ഒരു കളവ് ആ നാവിലൂടെ പുറത്തു വന്നിട്ടില്ല. അവിടുന്ന് ദുഷിച്ച ഒരു ചിന്ത മനസ്സിൽ വെച്ചിട്ടില്ല. അവിടുന്ന് ഒളിയാഞ്ചണ്ടകൾ ഉണ്ടായിരുന്നില്ല. എല്ലാം വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് ഉസ്വത്തുൻ ഹസന, മാതൃകാപൂർണമായ ജീവിതമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. വമാ യൻതിഖു അനിൽ ഹവാ, ഇഷ്ടപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല. തന്നിഷ്ടപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല. നേരം വെളുത്താൽ സ്വഹാബികളെ വിളിച്ചു കൂട്ടിയിട്ട് ഇതാ ഇതൊക്കെ ദീനാണ്, നാളെ നേരം വെളുത്താൽ അതൊന്നും ദീനല്ല, അങ്ങനെ തിരുത്തിയും പറഞ്ഞും കളിച്ച ഒരു ജീവിതമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. വഹയിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണോ അത് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. അതിലൂടെ അവരെ പരിവർത്തിച്ചു, അവരെ മാറ്റിയെടുത്തു, അവരെ സംസ്കരിച്ചു. ഇനി ലോകം അവസാനിക്കുന്നത് വരെ ഈ മാർഗമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഇത് ഇന്നോ ഇന്നലെയോ കുറച്ചു വർഷങ്ങൾക്കോ മുമ്പ് ഉള്ളതല്ല. ഇതിന്റെ പഴക്കം വളരെ ദൂരത്താണ്. ഇത് വളരെ അകലെയാണ്. പക്ഷേ അവരുടെ ശരീരങ്ങൾ അകലെയാണെങ്കിലും അവരുടെ ജീവിതം പച്ചയായി നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ആ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കാൻ, വായിച്ചെടുക്കാൻ പറ്റും വിധം നമ്മുടെ മുമ്പിൽ അത് ജീവനോടെ പച്ച പിടിച്ചു കിടക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, സ്വഹാബത്തിന്റെ കാലം കഴിയുന്നതിന്റെ മുമ്പ് തന്നെ സ്വഹാബത്തിനെ കണ്ട് ദീൻ പഠിച്ചവർ അക്കാലത്തുണ്ടായ പ്രശ്നങ്ങളിൽ, ആ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അവർ ഹാജരാക്കപ്പെടുമ്പോൾ
സഹോദരങ്ങളെ, അവർക്കൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യമാണ് ഇന്നും നാം ആവർത്തിക്കുന്നത്. ആ ചോദ്യമാണ് സമൂഹത്തോട് നാം ചോദിക്കുന്നത്. എന്താണ് ആ ചോദ്യം? ഇതെങ്ങനെ ദീനാകും? ഇതെങ്ങനെ ദീനാകും? നിങ്ങൾ പറയുന്ന, നിങ്ങൾ വിശദീകരിക്കുന്ന, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന, നിങ്ങൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിലുണ്ടോ? അതിന്റെ വിശദീകരണമായി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുണ്ടോ? ഇതെല്ലാം കേട്ടും കണ്ടും ജീവിച്ച സ്വഹാബത്തിന്റെ ജീവിതത്തിലുണ്ടോ? ഈ ചോദ്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്നത്. അല്ലാതെ ഒരു പുതിയ ആശയമുണ്ടാക്കി, ഒരു പുതിയ ആദർശമുണ്ടാക്കി, ഒരു പുതിയ നിയമമുണ്ടാക്കി, ഒരു പുതിയ ആയത്തുണ്ടാക്കി, ഒരു പുതിയ ഹദീസ് ഉണ്ടാക്കി, ഒരു പുതിയ പണ്ഡിതനെ ഉണ്ടാക്കി, അങ്ങനെയല്ല. ഓരോ കാലഘട്ടത്തിലും പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നപ്പോൾ എന്തൊരു ചോദ്യം കൊണ്ടാണോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത്, അതേ ചോദ്യമാണ് നമുക്കും ഉള്ളത്. മഹാനായ താബിഈ പണ്ഡിതൻ, സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് നേരിട്ട് ദീൻ മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് പ്രഗൽഭനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ. നിങ്ങൾ കേൾക്കുന്ന അറിവുണ്ടല്ലോ, അത് ദീനാണ്, ദുനിയാവല്ല, കളിയല്ല, കാര്യമാണ്, തമാശയല്ല, ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഫൻദുറൂ, നിങ്ങൾ നന്നായി നോക്കണം. അമ്മൻ തൗഖുദൂന ദീനക്കും, ആ ദീനിനെ നിങ്ങൾ ആരിൽ നിന്നാണ് എടുക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് ദീൻ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത്? ദീനാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ നാടുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ദീനാണോ അല്ലയോ എന്ന് ശരിക്ക് നിങ്ങൾ നോക്കണം. അപ്പൊ ഒരു സംശയം ഉണ്ടാകും, എങ്ങനെ ഇപ്പൊ നോക്കുക? നമ്മളെ കൊണ്ട് എങ്ങനെ സാധിക്കുക? എത്ര ലളിതമാണ് സഹോദരങ്ങളെ. ഒരു മാർക്കറ്റിൽ പോയി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നു. നമുക്ക് ആവശ്യമുള്ള കുറെ വസ്തുക്കൾ അവിടെയുണ്ട്. അത് വാങ്ങണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കും. എടുത്തിട്ട് അതിന്റെ 4 ഭാഗവും ഒന്ന് നോക്കും. അത് ഏത് കമ്പനിയുടെ ഉൽപ്പന്നമാണെന്ന് നോക്കും. അതിന്റെ വില നമ്മൾ നോക്കും. അതിന്റെ ഈട് എത്ര കാലം അത് കിട്ടും നമ്മൾ അന്വേഷിക്കും. ഇതൊക്കെ വ്യാപകമല്ലേ? ഒരു വസ്ത്രമാകട്ടെ, ഒരു പേനയാകട്ടെ, ഒരു വാഹനമാകട്ടെ, ഒരു മൊബൈലാകട്ടെ, അതിന്റെ സൗകര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അന്വേഷിക്കുന്നു. ഒരു ചെരുപ്പെടുക്കുമ്പോൾ പോലും, അല്ലെ, ചവിട്ടി നടക്കാനുള്ള ഒരു ചെരുപ്പെടുക്കുമ്പോൾ പോലും നമ്മൾ കൊടുക്കുന്ന വിലക്ക് അത് പറ്റിയതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ എടുക്കുള്ളൂ. എന്തേ അത് നമ്മൾ സ്വീകരിച്ച വഴി ആ കടക്കാരനെ സ്വീകരിക്കും. ആ കടയിൽ വിൽപ്പന കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെ സ്വീകരിക്കും. നമ്മുടെ കൂട്ടുകാരെ വിളിക്കും. ആ കമ്പനിയുമായി ബന്ധമുള്ളവരുണ്ടെങ്കിൽ അവരെ വിളിക്കും. ആ ഉൽപ്പന്നത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ട വല്ല വാർത്തകളും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വായിച്ചു നോക്കും. എന്തൊക്കെ നമ്മൾ നോക്കും? എന്താ സഹോദരങ്ങളെ, ഇത്രയൊന്നും വേണ്ട, ഇത്രയൊന്നും വേണ്ട. വളരെ എളുപ്പമാണ്. നമുക്ക് നന്നായി പരിചയമുള്ള മതകാര്യങ്ങളെ പരലോകം പേടിച്ച് ശരിയാം വിധം പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതനാണ്, ഉസ്താദാണ്, മൗലവിയാണ്, അറിവുള്ള ആളാണ് എന്ന് ഉറപ്പുള്ള 1-2 ആളുകൾക്ക് ഒരു മെസ്സേജ് അയച്ച് അവരെ ഒന്ന് വിളിച്ച് അവരെ നേരിട്ട് കണ്ട് ഇങ്ങനെ ഒരു സംശയമുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടു, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാൻ എന്താ നമുക്ക് സാധിക്കാത്തത്? അതിന് നമ്മെ പിറകോട്ട് വലിക്കുന്ന കാര്യം എന്താണ്? ആ കാരണത്തെ പഠിച്ച് അതിനെ മാറ്റുക എന്നതാണ് യഥാർത്ഥ പരിഹാരം. അതിന് യാതൊരു തടസ്സമല്ല, അത്ര എളുപ്പമാണ്. അവർക്കിടയിൽ അക്കാലഘട്ടത്തിൽ ഖവാരിജുകളുടെയും മുനാഫിഖുകളുടെയും ഒക്കെ കാരണമായി കുറെ ഫിത്നകൾ വരാൻ തുടങ്ങി. സ്വഹാബത്തിന്റെ കാലം അവസാനിക്കും മുമ്പ് തന്നെ പല നിലക്കുള്ള ഫിത്നകളും വന്നു. പ്രത്യേകിച്ച് ഖദരിയാക്കൾ, ഖദർ വിഷയം അള്ളാഹുവിന്റെ വിധിയിൽപ്പെട്ടതാണ് നന്മയും തിന്മയും എന്ന വിധിവിശ്വാസം, അതിനെ നിഷേധിക്കുന്ന ആളുകൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായി. അക്കാലഘട്ടത്തിൽ താബിഈങ്ങൾ ഒരു സ്വഹാബിയെ കിട്ടുമോ എന്ന് അന്വേഷിച്ചു പോയി. കാരണം ഈ പ്രശ്നത്തിന് നേരിട്ട് സാക്ഷികളായ താബിഈകൾ ഒരു സ്വഹാബിയെ കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നത്തെ പറ്റി ഒന്ന് സംസാരിക്കാമായിരുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു
പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ മഅബദുൽ ജുഹനി എന്ന് പറയുന്ന ഒരുത്തൻ, അയാൾ പറയുന്നു വിധിവിശ്വാസമൊന്നുമില്ല, അൽ അംറു ഉൻഫുൻ, കാര്യമൊക്കെ അപ്പപ്പോൾ ഉണ്ടാകുന്നതാണ്, പ്രത്യേകിച്ച് അള്ളാഹു അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചതോ നിശ്ചയിച്ചതോ ഒന്നും അല്ല, അതൊക്കെ അപ്പപ്പോൾ ഉണ്ടാകുന്നതാണ്. ഇത് കേട്ട ഉടനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരോട് പറയണം ആ തെറ്റിൽ നിന്ന് അവർ പിന്മാറുന്നത് വരെ ഇബ്നു ഉമറിന് അവരുമായി ബന്ധമില്ല, അവർക്ക് ഇബ്നു ഉമറുമായിട്ടും ബന്ധമില്ല. ആ വിശ്വാസത്തോടുകൂടി ഉഹുദ് മലയോളം അവർ ചെലവഴിച്ചാൽ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് അവരോട് പറയണം. എന്നിട്ട് അൽ ഈമാൻ ബിൽ ഖദർ ഖൈരിഹി വശർരിഹി എന്ന ഇസ്ലാമിന്റെ അധ്യാപനം അവർക്ക് പകർന്നു കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കാണി, ഇതൊരു മാതൃകയാണ്. താബീങ്ങൾ തേടി പോവുകയാണ്, അവർ നടന്നു പോവുകയാണ്, അവർ അന്വേഷിക്കുകയാണ്. ആരെ? അവരെക്കാൾ ദീൻ അറിയുന്നവരെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ പേര് കേൾക്കാത്തവരല്ല നമ്മൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജുകൾ അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഫിത്നയുമായി പുറപ്പെട്ടപ്പോൾ ഇനിൽ ഹുക്മ ഇല്ലാ ലില്ലാഹ് എന്ന ആയത്തോതി അവർ രംഗത്ത് വന്നു. ആ ആയത്തിനെ അവർക്ക് ഇഷ്ടമുള്ള തലത്തിലേക്ക് അവർ വ്യാഖ്യാനിച്ചു കൊണ്ടുപോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുമായി ചരിത്രത്തിലെ ഒന്നാമത്തെ സംവാദം നിർവഹിക്കുകയാണ്. ചരിത്രത്തിലെ ഒന്നാമത്തെ സംവാദം. ആയത്തോതി, ഹദീസുകൾ ഓതി, പ്രമാണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചരിത്രത്തിലെ ഒന്നാമത്തെ സംവാദം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 2000-ഓളം ആളുകൾ പിഴച്ച വിശ്വാസത്തിൽ നിന്ന് ഇസ്ലാമിന്റെ റൂട്ടിലേക്ക് വന്ന സംവാദമായിരുന്നു അത്. എന്തേ അതിന് കാരണം? സ്വഹാബികൾ അത് കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു സമാനമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് വ്യതിയാനങ്ങളിൽ, പിഴവുകളിൽ, അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയവരെ രക്ഷപ്പെടുത്തിയതും കരകയറ്റിയതും കാണാൻ സാധിക്കും. ഇത് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല. അന്നൊക്കെ അവർ ചോദിച്ചത് എന്തായിരുന്നു? ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസമാണോ? അഹ്ലുസുന്ന വൽ ജമാഅയുടെ മാർഗത്തിലൂടെ, വഴിയിലൂടെ കിട്ടിയതാണോ? കാരണം സ്വഹാബത്തുള്ള കാലഘട്ടമാണ്, എന്നാലും ആ ചോദ്യം പ്രസക്തമാണ്. പ്രഗത്ഭരായ താബീങ്ങളുള്ള കാലഘട്ടമാണ്, ആ ചോദ്യം പ്രസക്തമാണ്. എന്തേ കാരണം? ഫിത്നക്ക് നടുവിലാണ്, പരീക്ഷണങ്ങൾക്ക് മുമ്പിലാണ്, ആരും അകപ്പെട്ടു പോകാം. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളിലൂടെയാണ് അവർ അതിനെ നേരിട്ട് തരണം ചെയ്ത് പരിഹാരം കണ്ടെത്തി പോന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി, എന്റെ തലമുറയാണ് ഉത്തമ തലമുറ. സുമ്മല്ലദീന യലൂനഹും, സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ പിൻപറ്റി വരുന്നവർ, പിന്നെ അവരെ പിൻപറ്റി വരുന്നവർ. നമ്മുടെ മനസ്സിന്റെ അകത്തളത്തിൽ നാം കുറിച്ചു വെക്കേണ്ട ഒരു വാചകമാണ്. പലരും പറയാറുണ്ട്, 100 കൊല്ലം മുമ്പില്ലാത്ത ആചാരങ്ങളുമായി, വിശ്വാസങ്ങളുമായി കടന്നു വന്നവരാണ് സലഫികൾ. 100 കൊല്ലം മുമ്പ് കാക്ക കാരണവന്മാർ, നമ്മുടെ പഴയ കാലഘട്ടക്കാർ, നമ്മുടെ പഴയ മഹല്ലുകൾ എന്നൊക്കെ പറഞ്ഞാണ് വരിക. സഹോദരങ്ങളെ, അതിനൊന്നും യാതൊരു നിലനിൽപ്പും ഇല്ല. കാക്ക കാരണവന്മാർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൈറുൻ നാസി ഖർനി എന്ന ഗണത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ പഴമക്കാരും പൂർവികരും ആരാണ്? നമ്മുടെ പാരമ്പര്യം ഏതാ? ആ പാരമ്പര്യത്തിന്റെ അവധി, അതിന്റെ ആയുസ് ഇന്നോ ഇന്നലെയോ അല്ല. അതിന്റെ ആയുസ് 1440 വർഷങ്ങൾക്കപ്പുറമാണ്. 1440കളിൽ നിന്ന് ഒരു 300 കുറക്കുക. ആ 300 ഇസ്ലാമിന്റെ തെളിമയാർന്ന ശുദ്ധമായ പാരമ്പര്യം. അത് ലോകം അവസാനിക്കുന്നത് വരെ ഇവിടെ ഉണ്ടാവും. അതിനെ മുറിച്ചു മാറ്റാനോ, വെട്ടിമാറ്റാനോ, തച്ചു തകർക്കാനോ ആർക്കും സാധിക്കൂല. അതിനെ ഊതിക്കെടുത്താൻ കഴിയൂല. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഊതിയാൽ കെട്ടുപോകുന്ന വിളക്കല്ല. എല്ലാവരും കൂടി കല്ലെറിഞ്ഞാൽ തകർന്നു പോകുന്ന ഒന്നല്ല. എല്ലാവരും കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, കുറ്റങ്ങൾ പറഞ്ഞ്, കുറവുകൾ കണ്ടെത്തി, അങ്ങനെ പേടിപ്പിച്ച്, അങ്ങനെ നശിപ്പിക്കാൻ എന്ന് വിചാരിക്കുന്ന ഒന്നല്ല. എന്തേ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു കൊച്ചു സംഘം, ഒരു ചെറിയ സംഘം, അവർ നല്ല വലിയ ജനബാഹുല്യമുള്ളവരാകണമെന്നില്ല, കൊച്ചു സംഘം,
അതിനെ സ്നേഹിക്കുന്നവർ, അതിനെ പിൻപറ്റുന്നവർ, അതിന്റെ കൂടെ നിൽക്കുന്നവർ, അതിന് തണലാകുന്നവർ വളരെ കുറവായിരിക്കും. അതാണല്ലോ നിങ്ങൾ പലപ്പോഴും കേൾക്കും, എന്താണ് കുറെ ആളുകൾ കൂടുന്നില്ലേ, എത്ര ജനങ്ങളാ കൂടുന്നത്, അവരൊക്കെ പേച്ചവരാണോ, അവരൊക്കെ തെറ്റിയവരാണോ? അപ്പൊ അത്രയും ആളുകൾക്ക് പ്രശ്നം വന്നു എന്നാണോ നിങ്ങൾ പറയണത്? അത്രയും ആളുണ്ടാകുമ്പോൾ എന്തായാലും അതാണ് സത്യം, ഉറപ്പല്ലേ? അങ്ങനെയൊക്കെ സംശയിക്കും. എന്നാ എത്ര എളുപ്പ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ വളരെ കുറച്ചേ നന്ദി കാണിക്കുന്നുള്ളൂ. അപ്പൊ എന്താ അർത്ഥം? നന്ദികേട് കാണിക്കല ശരിയെന്ന? നിങ്ങൾ വളരെ കുറച്ചേ ചിന്തിക്കുന്നുള്ളൂ, അപ്പൊ ചിന്തിക്കാത്തവരാ ശരിയെന്ന? നിങ്ങൾ വളരെ കുറച്ചാണ് വിശ്വസിച്ചവർ, അപ്പൊ എന്താ അർത്ഥം? വിശ്വസിക്കാത്തവരാ നല്ലവർ അല്ല. കുറവ് എന്നത് സത്യത്തെ നിരാകരിക്കാനോ അതിനെ അവഗണിക്കാനോ അതിനോട് വിമുഖത കാണിക്കാനോ ഉള്ള മാനദണ്ഡമല്ല. സത്യം അത് വളരെ കുറവായിരിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ അറിയോ? ഈ ഹദീസാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തിന, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ചെറു സംഘം. ത്വായിഫത്തിന്റെ ആ അറബി പ്രയോഗത്തിന്റെ അർത്ഥം ചെറു സംഘം, വലിയ ജനബാഹുല്യമുള്ളവർ എന്നല്ല. എന്നാലോ ലോകത്തെല്ലായിടത്തും സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവർ ഒന്നിച്ചാൽ അവർ അത്യാവശ്യം ഉണ്ടാകും, അവർ തോനുണ്ടാകും. പക്ഷെ ഓരോ നാടും പരിഗണിക്കുമ്പോൾ അത് വളരെ കുറവായിരിക്കും. ഇപ്പൊ ഈ പ്രദേശം ഇവിടെ വളരെ കുറവായിരിക്കും, സമീപ പ്രദേശങ്ങൾ വളരെ കുറവായിരിക്കും. നമ്മുടെ ജില്ലയിൽ തന്നെ യഥാർത്ഥത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഏരിയകൾ, ഭാഗങ്ങൾ ഉണ്ടാകും. അത് ഒരു ക്രമമാണ്, ഒരു രീതിയാണ്. പക്ഷേ ലോകം അവസാനിക്കുന്നത് വരെ അതുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിലൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഈ ശ്രദ്ധേയമായ, എന്നാൽ എല്ലാവരും അവകാശപ്പെടുന്ന, എല്ലാവർക്കും വേണമെന്ന് വളരെ കൊതിയോടെ വളരെ ആഗ്രഹത്തോടെ കാണുന്ന ഈ നാമമുണ്ടല്ലോ, ഈ വിശേഷണമുണ്ടല്ലോ, അതിന്റെ 4 പ്രത്യേകതകൾ, വളരെ പ്രധാനപ്പെട്ട 4 പ്രത്യേകതകൾ ചുരുക്കി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, വിശുദ്ധ ഖുർആൻ സ്വഹാബികളെ പറ്റി പറഞ്ഞല്ലോ. വസ്സാബിഖൂനൽ അവ്വലൂൻ, ആദ്യമായി മുൻകടന്ന മുഹാജിറുകളും അൻസാറുകളിലും പെട്ട സ്വഹാബികൾ, അവരിൽ തന്നെ ആദ്യം ഇസ്ലാമിലേക്ക് വന്നവരെ ചരിത്രത്തിൽ കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു, പിന്നെ അങ്ങനെ ഓരോരുത്തർ ആ സ്വഹാബികളുടെ ഇസ്ലാമിലേക്ക് വന്നവർ, അങ്ങനെ കാണാം. അതാണ് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സൂറ തൗബയിലെ 100-ാമത്തെ ആയത്താണ്. എന്താണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന സന്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം? അതിനെ നമ്മളൊന്ന് വേറെ തന്നെ എടുക്കണം. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ആ പവിത്രമാക്കപ്പെട്ട, നമ്മൾ ആദരിക്കേണ്ട ആ നാമം, വിശേഷണം, അത് കേൾക്കുമ്പോൾ, അത് എനിക്ക് വേണമെന്ന് മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അതിലായിക്കൊണ്ട് മരിക്കണമെന്ന് കൊതിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ, അറിയപ്പെട്ട, സ്വീകാര്യനായ മുഫസ്സിറാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുന്നു, ആരാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ പ്രത്യേകത വഹും മുത്തബിഊന ലാ മുബ്തദിഊന എന്നതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്താണോ അതിനെ അനുധാവനം ചെയ്യുന്നവരാണ്. പുതിയതായി ഒന്നും അവർക്ക് ആവശ്യമില്ല. ലാ മുബ്തദിഊന, പുതിയതിന്റെ പിന്നാലെ മതകാര്യങ്ങളിൽ അവർ പോവുകയില്ല. ഭൗതികപരമായി പല മാറ്റങ്ങളും നമുക്ക് അനുവദിക്കപ്പെട്ട രൂപത്തിലുണ്ടാകും, അത് ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷേ മതപരമായി ഒരു നിയമത്തിനും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നിയമം അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോ കാലഘട്ടങ്ങളിലും പോകാൻ പറ്റിയ രൂപത്തിലാണ് ദീൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വയഖ്തദൂന വലാ യബ്തദൂൻ, അവര് മാതൃക പിൻപറ്റുന്നവരാണ്. അല്ലാതെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങി വെക്കണം എന്ന് ചിന്തിക്കുന്നവരല്ല. അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വെളിവാക്കി പോണം, ആരംഭിച്ചു പോണം എന്നല്ല. മാതൃക പിൻപറ്റിക്കൊണ്ട് ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായതിനെ അവർ ജീവിക്കുന്ന കാലഘട്ടത്തിലേക്ക് ഭാഗമായി ഉപയോഗിക്കും. അപ്പൊ അതിന് ഉദാഹരണമാണ്, പഴയ കാലത്തൊന്നും
മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഗ്രന്ഥരചനകൾ, അതുപോലെ തന്നെ ക്ലാസുകൾ, പ്രബോധനത്തിന്റെ കാര്യങ്ങൾ ഇത്ര വിശാലമായി ഉണ്ടായിട്ടില്ല. എന്നാൽ ഇക്കാലത്തെക്കാളും ഗ്രന്ഥങ്ങൾ പഴയ കാലത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നത്തിനേക്കാൾ ഒരു ഭംഗിയും ഒരു കെട്ടും മട്ടൊക്കെ ഈ കാലത്ത് വന്നു. അതെന്തേ? അന്നത്തെ മാതൃക പിൻപറ്റി അവർ ചെയ്യുന്നു. മാതൃക പിൻപറ്റുക എന്നതാണ്. ശേഷം പിന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, വലിഹാദാ ഹും ഹിസ്ബുല്ലാഹ്. അതുകൊണ്ടാണ് അവർക്ക് അല്ലാഹുവിന്റെ വിഭാഗം, പാർട്ടി എന്ന പേര് അല്ലാഹ് കൊടുത്തത്. അൽ മുഫ്ലിഹൂന, വിജയിക്കുന്നവർ, വ ഇബാദുൽ മുഅ്മിനൂന, വിശ്വാസികളായ അല്ലാഹുവിന്റെ അടിമകൾ എന്ന ആ സവിശേഷത അല്ലാഹ് കൊടുക്കാനുള്ള കാരണം എന്താണ്? പുതിയ ഒരു ദിക്ർ തേടി, പുതിയ ഒരു പ്രാർത്ഥന തേടി ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇസ്ലാമിൽ ദിക്റുണ്ട്. എപ്പോൾ, എങ്ങനെ, ഏത് രൂപത്തിൽ, എണ്ണം, അതൊക്കെ വ്യക്തമാണ്. ഇസ്ലാമിൽ പ്രാർത്ഥനയുണ്ട്. എപ്പോൾ, എങ്ങനെ, എവിടെ, അത് വ്യക്തമാണ്. ഇനി ഒന്നും നമ്മൾ പുതിയതായി ഉണ്ടാക്കേണ്ടതില്ല. ഇനി രണ്ടാമത്തെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. രണ്ടാമത്തെ പ്രത്യേകത, ഒരു കാര്യം നന്മയാണെങ്കിൽ ആ നന്മയിലേക്ക് അവരുടെ പൂർവികർ മുൻകടന്നിട്ടുണ്ടാകും എന്ന വിശ്വാസം ആർക്കുണ്ടാകും? എല്ലാ കാലത്ത് അഹ്ലുസുന്നക്കുണ്ടാവും. എല്ലാ കാലത്ത് അഹ്ലുസുന്നക്കുണ്ടാവും. അല്ലാതെ സ്വഹാബികൾക്ക് എന്തോ കുറവുണ്ടായിരുന്നു, അവർക്ക് കിട്ടാത്ത ഒരു കാര്യമാണ് നമുക്ക് കിട്ടിയത്, അവർ കണ്ടെത്താത്ത ഒരു വിഷയമാണ് നമ്മൾ കണ്ടെത്തിയത് എന്നിങ്ങനെ വാദിച്ച് ജൽപ്പിച്ച് നടക്കൂല. സ്വഹാബികൾ അവരൊക്കെ ആ പഴയ കാലത്ത് ജീവിച്ചവരല്ലേ. നമുക്ക് ഈ കാലത്ത് എന്തൊക്കെ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് നമുക്ക് നന്മയായി തോന്നിയതൊക്കെ എടുക്കാം, അങ്ങനെ ചിന്തിക്കുന്നവരല്ല. അല്ലെങ്കിൽ അവരാരാ നന്മ ചെയ്യാൻ? നമ്മളൊക്കെ അല്ലേ നന്മ ചെയ്യേണ്ടവർ. ഇത്തര സൗകര്യങ്ങളും കണ്ടുപിടുത്തങ്ങളും പുരോഗതിയൊക്കെ ഉള്ള കാലത്ത് നമ്മൾ അവരെ പോലെ ഉണങ്ങി വരണ്ട് ചുളുങ്ങി പോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കൂല. എന്തേ കാരണം? ഇസ്ലാമിക വൃത്തത്തിൽപ്പെട്ടതാണോ, ഇസ്ലാമിന്റെ പരിധിയിൽപ്പെട്ടതാണോ, ഇസ്ലാം പറഞ്ഞതാണോ, അത് ആരെടുത്തുണ്ടാകും? സ്വഹാബിയുടെ. നമ്മൾ ഒരു പുതിയ നിസ്കാരം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരു പുതിയ ആഘോഷം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ പറയും, അന്നൊക്കെ ഇപ്പൊ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അന്നൊന്നും ഇത്ര വലിയ ഭക്ഷണവും കാര്യങ്ങളൊന്നും കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്കൊരു സ്പെഷ്യൽ ആഘോഷം ഉണ്ടാക്കാൻ പറ്റുമോ? പുണ്യം കിട്ടുമെന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ പുണ്യമാക്കപ്പെട്ട ഭക്ഷണമാണ് എന്ന നിലക്ക് എന്തെങ്കിലും കാര്യത്തിന്റെ മരണത്തിന്റെയോ മറ്റോ കൊടുക്കാൻ പറ്റുമോ? ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ അവിടെ വിശദീകരിക്കപ്പെടും. അതിന്റെ ഒരു സൂചന തന്നു പോകുന്നു എന്ന് മാത്രം. ഈ ചിന്ത ആർക്കുണ്ടായതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച സത്യത്തിന് എതിരായി നിലകൊണ്ട അവിശ്വാസികൾ അവരന്ന് പറഞ്ഞു, ലൗ കാന ഖൈറൻ മാ സബഖൂനാ ഇലൈഹി. അതൊരു ഖൈറ്, ഒരു നല്ല കാര്യമാണെങ്കിൽ ഞങ്ങൾ അതിലേക്ക് മുൻകടക്കാതെ ഞങ്ങൾ പിന്മാറിപ്പോകുവോ? ഞങ്ങൾ പിറകോട്ട് നിൽക്കുവോ? മുഹമ്മദും കൂട്ടരും പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും നേരുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ എടുക്കൂലേ? ഞങ്ങൾ ഖുറൈശികളല്ലേ, ഞങ്ങള് പ്രമുഖരല്ലേ, പ്രമാണിമാരല്ലേ, വലിയ തറവാട്ടുകാരല്ലേ, അറബികളിൽ മെച്ചപ്പെട്ടവരല്ലേ, ഞങ്ങൾ എടുക്കൂലേ എന്നാ ഓര് ചിന്തിച്ചത്. ആ ചിന്ത ആർക്കുണ്ടാകൂല? അഹ്ലുസുന്നക്ക് ഉണ്ടാകൂല. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഅമ്മാ അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രത്യേകത, ഫയഖൂലൂന ഫീ കുല്ലി ഫിഅലിൻ വഖൗലിൻ ലം യസ്ബുത് അനി സ്വഹാബ. സ്വഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെടാത്ത ഒരു വാക്കും പ്രവൃത്തിയും അവർ പറയൂല. അല്ലാഹുവിന്റെ ദീനാണോ സ്വഹാബത്ത് ചെയ്തു, അല്ലാഹുവിന്റെ ദീനാണോ സ്വഹാബത്ത് പറഞ്ഞു, അതിലപ്പുറം ഒന്നുമില്ല. ഹുവ ബിദ്അത്തുൻ. സ്വഹാബത്ത് പറയാത്ത ഒരു വാക്കും ഒരു പ്രവൃത്തിയും അവർക്ക് കിട്ടാത്തതാണ് എന്ന നിലക്ക് ദീനാക്കി നമ്മൾ കൊണ്ടുപോയാൽ, ദീനായി നമ്മൾ പഠിപ്പിച്ചാൽ, ദീനാണെന്ന് വരുത്തി തീർത്താൽ അത് ബിദ്അത്താണ്, പുത്തനാചാരമാണ്. ബിദ്അത്തുൻ എന്നാണ്. ലിഅന്നഹു, വെറുതെ ബിദ്അത്താന്ന് പറയല്ല. എന്താ അതിന് കാരണം? ലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി. നമ്മുടെ മനസ്സിൽ, നമ്മുടെ കണ്ണിൽ തോന്നിയത് ഖൈറാണ്, ഇസ്ലാം പറഞ്ഞ നന്മയിൽ പെട്ടതാണെങ്കിൽ നമ്മളെക്കാൾ മുമ്പിൽ ആരുണ്ടാകും? സ്വഹാബികൾ ഉണ്ടാകും. ഒരായത്ത് എവിടെയെങ്കിലും പ്രത്യേകമായി ഓതാൻ ഇസ്ലാമിന്റെ നിർദ്ദേശമുണ്ടെങ്കിൽ
അത് സ്വഹാബത്ത് ഓതി. ഒരു സൂറത്ത് എവിടെയെങ്കിലും പ്രത്യേകമായി ഓതാൻ, ആവർത്തിച്ചോതാൻ ഇസ്ലാമിൽ തെളിവുണ്ടെങ്കിൽ അത് സ്വഹാബത്ത് ചെയ്തിരിക്കും. ഒരു ഉരുള ചോറ്, ഒരു മധുരം, ഒരു ഗ്ലാസ് വെള്ളം എവിടെയെങ്കിലും പ്രത്യേകമായി കൊടുക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വഹാബത്ത് കൊടുക്കും. അങ്ങനെ അവരെ ജീവിതം. അപ്പോ അവരാരും ചെയ്തിട്ടില്ല. എന്നിട്ട് പറയാണ് ലിഅന്നഹും ലം യത്റുകു ഖസ്ലതൻ മിൻ ഖിസാലിൽ ഖൈരി ഇല്ലാ വഖദ് ബാദറു ഇലൈഹാ. ഇസ്ലാമിക വൃത്തത്തിൽപ്പെട്ട ഒരു നന്മയെ അവർ ഒഴിവാക്കിയിട്ടില്ല. ആ നന്മയിലേക്ക് എന്തും സഹിച്ച്, എന്തും ത്യജിച്ച് അതിലേക്ക് ഓടിയിട്ടല്ലാതെ, ധൃതി കാണിച്ചിട്ടല്ലാതെ ഒരു നന്മയെ അവർ ഒഴിവാക്കിയിട്ടില്ല എന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് വിശദീകരണം എഴുതി ഇസ്ലാമിക ലോകത്തെ ഉന്നതരും ഉദാത്തരുമായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ അതിനെ നെഞ്ചോട് ചേർക്കണം. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വികാരം, ഒരു ചിന്ത. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? മൂന്നാമത്തെ കാര്യം, പലരും പറയും ഇസ്ലാമിന്റെ പേരിൽ ഏതൊക്കെ കക്ഷികളാണ്. ഒരു KL 49 E 78 99, KL 65 L 85 59, KL 49 K 89 72, KL 49 K 53 57. ഈ വണ്ടികളൊന്ന് മാറ്റി കൊടുക്കണം, അവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനി ആളുകൾ പറയും ഇസ്ലാമിന്റെ പേരിൽ തന്നെ എത്ര കക്ഷികളാണ്, എത്ര വിഭാഗങ്ങളാണ്, എത്ര ടീമുകളാണ്, എന്താ ഇത് കഥ? അപ്പൊ ഇസ്ലാം എത്ര കഷ്ണാണ്, എത്ര കോലത്തിലാണ് എന്നൊക്കെ ചിന്തിക്കുന്നു, സംശയിക്കുന്നു. ആ സംശയത്തിന് ഇടം വരുത്തുന്ന പ്രവണതകൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു. നമ്മുടെ കേരള സാഹചര്യം മാത്രം, ആ കേരള സാഹചര്യം നോക്കൂ നിങ്ങൾ. 922 കാലഘട്ടം മുതലാണ് നമ്മുടെ കേരളത്തിന്റെ ഒരറ്റത്ത് ഇസ്ലാമിനെ കുറിച്ചുള്ള കേൾവി ശരിക്ക് തുടങ്ങിയത്. അതിൽ യാതൊരു സംശയവുമല്ല. ചരിത്ര പണ്ഡിതന്മാർക്ക് ഐക്യമുള്ള വിഷയമാണ്. മലയാളത്തിലെ ചരിത്ര പണ്ഡിതന്മാർക്ക് ഐക്യമുള്ള കാര്യമാണ്. ഇനി ആര് തർക്കിച്ചിട്ടും കാര്യമല്ല. 922 മുതലാണ് നമ്മുടെ കേരള സാഹചര്യം. ആ 922 ഐക്യ സംഘം രൂപീകരിക്കപ്പെടുകയും 924 കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക പണ്ഡിത സഭ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നമ്മൾ അൽഹംദുലില്ലാഹ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അത് ഊർജ്ജസ്വലതയോടെ, വളരെ ഉന്മേഷത്തോടെ ഇപ്പോഴും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അന്ന് മതപരമായ ജീർണതകൾക്ക് നേരെ, സാമൂഹിക പ്രശ്നങ്ങൾക്ക് നേരെ അക്കാലത്തെ പണ്ഡിതന്മാർ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പണിയെടുത്തത് എന്തായിരുന്നു? അതിന്റെ ഈ കാലഘട്ടത്തിലെ രൂപമാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അന്നവർ പ്രമാണമാക്കിയതാണ് ഇന്നും നമുക്ക് പ്രമാണം. അന്നവർ വിശ്വാസമായി പഠിപ്പിച്ചതാണ് ഇന്നും നമുക്ക് വിശ്വാസം. അന്ന് കർമ്മരംഗത്ത് അവർ ഉണ്ടാക്കിയെടുത്ത വിപ്ലവകരമായ മാറ്റമാണ് ഇന്നും സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. അതിൽ യാതൊരു സംശയവുമല്ല. മതപരമായി നമ്മൾ അങ്ങനെയാണ്. സാമൂഹിക രംഗത്തും അന്ന് ആ പണി അവരാണ് ചെയ്തത്. അപ്പോ നോക്കൂ നിങ്ങൾ, ഇത് കൃത്യമായി കേട്ട് വായിച്ചു പഠിച്ചാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. അതിന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ. അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ ഓരോ കക്ഷികളായി ഞങ്ങളാണ് ശരി, ഞങ്ങൾ മാത്രമാണ് ശരി, ഞങ്ങളെ ശരിയാകൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അവർക്കൊക്കെ അവരങ്ങനെ ഒരു പാർട്ടിയാണ് എന്ന നിലക്ക് സമാധാനപ്പെടാം. പ്രവാചകരെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ പറയുന്ന സത്യത്തിന് വിള്ളലേൽപ്പിക്കാൻ, പോറലേൽപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അവരെ കാര്യം അല്ലാഹുവിലേക്ക് വിട്ടുകൊടുക്കണം എന്ന് ഖുർആൻ എന്ന് പറഞ്ഞതാ, നൂറ്റാണ്ടുകൾക്ക് അപ്പുറം പറഞ്ഞതാ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്ന കാര്യമാണ് പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം. അദ്ദേഹം പറഞ്ഞു, എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഓരോ കക്ഷികൾ, ഓരോ ടീമുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുമല്ലോ, എന്റെ ഉമ്മത്തി 73 ആകുന്നു. കേൾക്കാത്ത ആരുമില്ല. ആ 73-ൽ 1 മാത്രമാണ് സ്വർഗത്തിക്ക്, ബാക്കി 72 നരകത്തിക്ക് എന്നാണ് നമ്മൾ കേട്ടത്. അപ്പൊ ആ 72 ആയോ? ആയില്ലേ? ആ 72 ഒക്കെ എന്നോ ആയി. ആ 72ന്റെ കാലം കഴിഞ്ഞു. അപ്പൊ ഇന്നോ ആ 72ന്റെ മക്കളുടെ 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 മക്കൾ, അങ്ങനെയാണ്.
അത്രമാത്രം വ്യതിയാനങ്ങളും പിഴവുകളും കുഴപ്പങ്ങളും വ്യാപിച്ചു. അതാ പ്രശ്നം. ഇപ്പോഴും ആളുകൾ 73 എണ്ണെടുത്ത് നടക്കുക. ആ 73 എന്നോ കഴിഞ്ഞു. ഇന്ന് അതിന്റെ കുറെ ഇപ്പറ കിടക്കണത്. നമുക്ക് ആ മാറ്റം മനസ്സിലാകണം. അവിടെയാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത്, വഹാദിൽ ഉമ്മത്തു അയ്ളൻ, ഈ ഉമ്മത്തിലും പ്രശ്നമുണ്ടാകും, ഈ ഉമ്മത്തിലും വ്യതിയാനമുണ്ടാകും, കുഴപ്പങ്ങൾ ഉണ്ടാകും. എന്നാലോ എല്ലാം പ്രശ്നമാണ്, ഇല്ലാ വാഹിദ, ഒന്നൊഴികെ. അതാരാണ്? വഹും അഹ്ലുസുന്ന വൽ ജമാഅ. അവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ഇനിയുള്ള വാക്ക് നമ്മുടെ മനസ്സിൽ വെക്കണം. എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് നീളുള്ള നാവുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നല്ല മഷിയുള്ള പേന എടുത്തിട്ട് പേപ്പർ കണക്കിന് ഞങ്ങൾ അഹ്ലുസുന്ന ഞങ്ങൾ അഹ്ലുസുന്ന എന്ന് എഴുതി വിട്ടിട്ട് കാര്യമുണ്ടോ? നല്ല കളർഫുൾ പോസ്റ്റർ ഒട്ടിച്ചിട്ട് കാര്യമുണ്ടോ? നല്ല ഫ്ലക്സ്, നല്ല ബാനർ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ലക്ഷങ്ങൾ മുടക്കി ജനങ്ങളെ വിളിച്ചുകൂട്ടി വലിയ പരിപാടികൾ നടത്തി ഞങ്ങൾ അഹ്ലുസുന്നയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്താണ് അഹ്ലുസുന്നന്റെ പ്രത്യേകത? അൽ മുതമസ്സിഖൂന ബി കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിനെ മുറുകെ പിടിക്കുന്നവർ. ഈ ഖുർആൻ പറഞ്ഞെടുത്ത് ഈ ഖുർആനിക വചനങ്ങൾക്ക് മുമ്പിൽ, ഈ ഖുർആനിലെ സൂറത്തുകൾക്ക് മുമ്പിൽ, ഈ ഖുർആനിലെ നിയമങ്ങൾക്ക് മുമ്പിൽ മരണം വരെ ഞാൻ ഉണ്ടാകും എന്ന് ഉച്ചസ്ഥരം ഉറക്കെ പ്രഖ്യാപിക്കുന്നവർ, അവരാ അഹ്ലുസുന്ന വൽ ജമാഅ, അൽ മുതമസ്സിഖൂന ബി കിതാബില്ലാഹ്. അതുകൊണ്ട് തീർന്നില്ല. ഖുർആൻ മാത്രം മതി, ഖുർആൻ മാത്രം മതി, ഖുർആനിന്റെ ആളായാൽ പോരെ എന്നല്ല. വസുന്നതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ മഹത്വരമായ 23 വർഷങ്ങളിലെ കളങ്കമില്ലാത്ത, കേടില്ലാത്ത, കളവില്ലാത്ത, കുറ്റമില്ലാത്ത, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത, കാപട്യമില്ലാത്ത, സംശുദ്ധമായ, തെളിവയായ ആ ജീവിതം, അത് വേണം. നബിചര്യ, ഇത് രണ്ടും വേണം. 24ാമത്തെ വർഷമല്ലല്ലോ, ഉണ്ടോ? 22 താഴത്തുക്കില്ലല്ലോ. 23 വർഷം, 25 ഇല്ല, 24 ഇല്ല, 22 ഇല്ല, 23 വർഷങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അതുകൊണ്ട് തീർന്നില്ല. വബിമാ കാന അലൈഹി അസ്സദറുൽ അവ്വൽ മിനസ് സ്വഹാബ. ഇതാണ് ആ ഉത്തമ തലമുറ. നോക്കൂ നിങ്ങൾ, ആദ്യ തലമുറക്കാരായി ജീവിച്ച സ്വഹാബത്തിന്റെ മാർഗം, വത്താബിഈന, അവരെ പിൻപറ്റി വന്നവർ, വഅയിമ്മത്തുൽ മുസ്ലിമീന ഫീ ഖദീമിദ് ദഹ്രി വഹദീസിഹി, ആധുനികരും പഴമക്കാരുമായി ജീവിച്ച അഹ്ലുസുന്ന വൽ ജമാഅയുടെ, മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരുടെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഇമാം നസായി റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഇമാം ശൻഖീതി റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഷൗക്കാനി റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഇമാം ബഗവി റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഉസൈമി റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞാൽ, ആര് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും മാനദണ്ഡമാക്കിയാണോ അവിടെ നമ്മൾ നിൽക്കും. അവരൊക്കെ നമ്മളെ പഠിപ്പിച്ച നിലപാടാണ്. അപ്പൊ ഇത്ര വലിയ പണ്ഡിതന്മാര് പറഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാര് പറഞ്ഞാലോ നമ്മൾ അതിനേക്കാൾ കുറച്ചുകൂടി കണിശത കാണിക്കും. അത്രേ ഉള്ളൂ. കണിശത കാണിക്കും, നമ്മൾ ചോദ്യം ചെയ്യും, നമ്മൾ അന്വേഷിക്കും. അത് അഹ്ലുസുന്ന വൽ ജമാഅക്ക് മാത്രം അവകാശപ്പെടാനുള്ള ഒരു പ്രത്യേകതയാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. എന്താ അറിയോ? നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ, ഈ പഠനങ്ങൾ, അന്വേഷണങ്ങൾ, പഠിപ്പിക്കലുകൾ, പ്രചരണങ്ങൾ, ഇതൊക്കെ എന്തിനാ സഹോദരങ്ങളെ? കോടാനുകോടി മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന, നമ്മൾ ഒറ്റക്കാകുന്ന, നമുക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും നീട്ടപ്പെടാത്ത, ഒരു ചുണ്ടും ചലിക്കാത്ത, ഒരാളും സംസാരിക്കാത്ത ഒരു ലോകമുണ്ടല്ലോ. ആ ലോകത്ത് മുഖം വെളുത്തവരായി ഹാജരാക്കപ്പെടണം. അതാണല്ലോ ഖുർആൻ പറഞ്ഞു, യൗമ തബിയല്ലു വുജൂഹ്, മുഖം വെളുത്തവരായി പരലോകത്ത് ഹാജരാക്കപ്പെടുന്നവർ. മുഖം വെളുത്തവർ. ഇവിടെ കറുപ്പ് നോക്കണ്ട, ഇവിടുത്തെ വെളുപ്പും നോക്കണ്ട. മനസ്സിലായില്ലേ? ഇവിടെ നല്ല വെളുപ്പുള്ളവൻ ചിലപ്പോ പരലോകത്ത് ഇരുട്ടുള്ള മോന്തയിട്ട കരം വരിക. ഇവിടെ കറുത്തവൻ പരലോകത്ത് വെളുത്തവനായി ഹാജരാക്കപ്പെടും. എന്തേ കാരണം?
ദീനാണ്, തഖ്വയാണ്, വേറൊന്നുമല്ല. അള്ളാന്റെ ആളാകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു മുഖം വെളുത്തവർ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു വുജൂഹു അഹ്ലുസ് സുന്ന വൽ ജമാഅ ഹീന തബയല്ലു വുജൂഹ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. അഹ്ലുസ് സുന്ന വൽ ജമാഅ അതൊരു കളിപ്പേരല്ല, ഒരു തമാശ പേരല്ല, അവിടെ ഇവിടെ എടുത്തു കാണിക്കാനുള്ള ഒരു അലങ്കാര പേരല്ല. നാളെ പരലോകത്ത് മുഖം വെളുത്തവരായി ഹാജരാക്കപ്പെടുന്നവർ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന അഡ്രസ്സിലാണ് ഹാജരാക്കപ്പെടുക. അത് ചെറിയ കാര്യമല്ല. എന്നാലോ മുഖം കറുത്തവരാരാണ്? അഹ്ലുൽ ബിദ്അത്തി വൽ ഫുർഖ. അഹ്ലുൽ ബിദ്അത്തി വൽ ഫുർഖ, പുത്തനാചാരത്തിന്റെയും അതുപോലെ തന്നെ വ്യതിയാനങ്ങളുടെയും പിറകെ ഓടിയവർ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നിലക്ക് നമ്മൾ കാര്യങ്ങളെ അടിസ്ഥാനപരമായി വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ഗൗരവത്തിൽ കേൾക്കണം എന്ന് ഈ സംസാരത്തെ കേൾക്കുന്ന എല്ലാവരും, യുവാക്കളുണ്ടാകും, പ്രായമെത്തിയവരുണ്ടാകും, ചെറുപ്പക്കാരുണ്ടാകും, എല്ലാവരോടും വളരെ വിനയത്തോടെ ഇത് അവസാനിക്കുന്നത് വരെ ഇൻഷാ അല്ലാഹ് ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ സുബൈർ സലഫിയുടെ സംസാരം നിങ്ങൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം എന്ന് അവസാനമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ അടുത്തുള്ള തെറ്റുകൾ, അറിവില്ലായ്മ അത് തിരുത്തി പരലോക മോചനമാണ് ഏറ്റവും പ്രധാനം, സ്വർഗപ്രവേശനമാണ് ഏറ്റവും വലിയ വിജയം എന്ന് മനസ്സിലാക്കി പോകാൻ നാം ഓരോരുത്തരും സന്നദ്ധരാവുക. അല്ലാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.